എന്റെ രാഘവ അവനിട്ടൊന്നും ഏശത്തില്ല. അവന്റെ സമയം നല്ലതാ. ഇല്ലെങ്കിൽ ആ കിളവ് മാസം തല്ലിയപ്പോ അയാള് ചത്തുകൊണ്ടല്ലോ. ചത്തില്ലെന്ന് മാത്രമല്ല കേസും വേണ്ടാന്ന് വെച്ചു. എനിക്കതല്ല മനസ്സിലാകാത്തത്. ആ CI അവനെന്തിനാ പുറത്തു വിട്ടത്? എന്തെങ്കിലും എഴുതി ചേർത്ത് അവൻ അകത്തിട്ടുള്ളായിരുന്നു. അതിന് അയാൾക്കും അവനെ പേടിയാ. പുറത്തിറങ്ങി നടക്കാൻ മേലെ. പണ്ട് കണ്ടാ ചാടി എണീക്കണവന്മാര് ഇപ്പൊ കാലിന്മേ കാലിട്ടാ ഇരിപ്പ്. എന്നിട്ട് കളിയാക്കി ഓരോ കുത്തുവാക്കുകളും സഹി കെട്ടും. ഏതായാലും ഞാൻ മധുര വരെ ഒന്ന് പോകാൻ തീരുമാനിച്ചു. അതെന്തിനാ? മധുര മീനാക്ഷിയമ്മ തൊഴാനോ? അല്ലടാ, എനിക്ക് മരുതുപാണ്ടി തേവരെ ഒന്ന് കാണണം. നിനക്കറിയോ മരുതുപാണ്ടി തേവരാരാണെന്ന്? ആരാ? മരുതുപാണ്ടി തേവരെന്ന് കേട്ടാൽ ഏത് കൊലകൊമ്പനും കിടുങ്ങും. 15,000 രൂപ കൊടുത്താൽ ഒരു കാല്, 25,000 രൂപ കൊടുത്താൽ ഒരു കാലും കയ്യും. എടാ അണലി, ഞാൻ 50,000 രൂപ കൊടുക്കാൻ പോകുന്നേ. നീ നോക്കിക്കോ, 2 കൈയും കാലും ഇല്ലാതെ നമ്മുടെ ഭരതൻ ദാദ റോഡിൽ കിടന്നതാ ഇങ്ങനെ ഇങ്ങനെ ഇഴയും. വല്ലതും തരണേ വല്ലതും തരണേ എന്ന് പറഞ്ഞ് നടന്നാ നല്ലതാ. പക്ഷെ രാഘവ, ബോംബെയിൽ നിന്റെ അച്ഛനിറക്കുമ്പോൾ മസ്താൻ വാണം പോലെ ചീറ്റി. അതോർമ്മ വേണം. അച്ഛൻ വേറെ ഞാൻ വേറെ. നീ നോക്കിക്കോ, ഇന്ന് തന്നെ ഞാൻ തേവരെ കാണും. என்ன ராகவாது இந்த சின்ன விஷயத்துக்கு போய் இவ்வளவு கவலைப்படுற? അല്ല, ചിന്ന വിഷയം എന്ന് പറഞ്ഞാ തേവര് വിചാരിക്കുന്ന പോലല്ല. അവൻ ആള് മഹാ കില്ലാടിയാ. என்னையா பெரிய கில்லாடி? கில்லாடியா மாஸ்டர்? நான் ஆளுங்க அவனை பிச்சு எடுத்து போடுவாங்க தெரியுமில? உனக்கு என்ன, அவனை தீர்த்து கட்டணும் அவ்வளவுதானே? அல்ல, இங்க வாங்கடா. என்னண்ணே? தம்பி ரொம்ப முக்கியமானவர். இவங்க அப்பா என் தோஸ்த். இவர் ஒருத்த காம்பாரு, புரியுதுல்ல? நீங்க இங்க வரும்போது உங்ககிட்ட அவன் 2 கால் இருக்கணும், உங்ககிட்ட அவன் 2 கை இருக்கணும். என்ன? சரிண்ணே. തേവരെ അവര് മാത്രം വന്നാ പോരാ, തേവരും വരണം. நான் எதுக்குப்பா? இவங்க போதும். உனக்கு இவங்களை பத்தி தெரியாது, அதனால நீ சொல்ற. എല്ലാം தெரியும், പക്ഷെ തേവര് വന്നേ പറ്റൂ. என்ன புரியாத ஆளா இருக்க? ஒண்ணும் கவலைப்படாத ராகவா, நான் சொல்றேன்ல. ഇടക്കൊക്കെ ഇതുപോലെ വലിയ വലിയ ബാറിൽ വന്ന് 2 വീശുന്നതിന്റെ ഒരു സുഖേ. എന്റെ ഭരതം കുഞ്ഞെ, ആ ദേവശിയുടെ ഷാപ്പിലെ മുട്ടയും നാടനും അത്രയ്ക്കും അടുത്ത്. അധികം വാചം അടിക്കണ്ട, വേണമെങ്കിൽ ഒരെണ്ണം കൂടെ വിട്ടോ. ഹലോ, 2 വലുതൻ. എന്താ പറഞ്ഞത്? വലുതൻ വലുതൻ 2. ഈ പാന്റും കോട്ടും ഇട്ട് നടക്കാനല്ലാതെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്ന ടൈപ്പ് അല്ല. അത് നമ്മള് ദേവശിയല്ലേ? ഹായ്, കൊള്ളാമല്ലോ. ഒരു 2 കൂടെ പറയട്ടെ. ഈ സാറന്മാർക്ക് ഒരു 2 പെഗ്ഗൂടെ. അതിരിക്കട്ടെ, നിങ്ങൾ ആരാ, എവിടുന്ന് വരുന്നു? நாங்க மதுரையில இருந்து வர்றோம். மருதுபாண்டி தேவர்னு கேள்விப்பட்டிருக்கியா? ഉയ്യോ, പിന്നെ അതിന് എന്നെ உன்னை தேடித்தான் வந்தோம். இல்லன்னா எதுக்கு இவ்வளவு தூரம்? എന്നെ തേടിയോ? എന്തിന്? அதான்ப்பா ஒரு ராகவன். ഓ, അത് ശരി. എത്ര രൂപ തന്നു? சும்மா 50,000 ரூபாய். வெறும் 4 பீஸ், அவ்வளவுதான். നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. മര്യാദയ്ക്ക് 2 വിട്ടിട്ട് സാറുമാര് സ്ഥലം കാലിയാക്കുന്നതാ നല്ലത്. அது எப்படி? நாங்க வந்த வேலையை முடிச்சிட்டு தான் போனோம். அதான் எங்க அண்ணன் உத்தரவு. ഓ, അപ്പടിയാ?
ചെന്ന് പറയടാ നിന്റെ തേവരോട് 50,000 അല്ല 50 ലക്ഷം വാങ്ങിയാലും ഈ ഭരതനെ ഒരു പുല്ലും ചെയ്യാനൊക്കത്തില്ലെന്ന്. புல்லுகளெல்லாம் எதுக்குப்பா? அது பசுமாடு தின்னுட்டுமே, நமக்கு எதுக்கு? ஏண்டா 50,000 இல்ல 50 லட்சம் ரூபாய் வாங்கினாலும் தேவரால ஒரு புல்லும் செய்ய முடியாது இல்ல? ஏண்டா எவ்வளவு திமிர் இருந்தா நீ இப்படி சொல்லியிருப்ப? இல்ல உன் உயரத்துக்கு முடிய வச்சுட்டா நீ பெரிய ரவுடியாடா? போரிக்கு பால அப்பாவி ஊர்ஜனங்களை ஏமாத்தி தின்னுட்டு இருக்க பெரிய உஸ்தாது நினைப்பாடா? தேவர் யாருன்னு உனக்கு தெரியாதுல்ல, இப்ப தெரிஞ்சுக்குவேன். ദേവരെ, ഞാൻ ആരാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. പൊയ്ക്കോ. പിന്നെ കൈയും കാലും ഒക്കെ പാഴ്സലായിട്ട് അങ്ങ് അയച്ചു തന്നേക്കാം. ഇതാവുമ്പോ നീ വല്ല പട്ടാളത്തിലോ ഒറ്റോ ചേരണം. അത് വേണ്ടല്ലേ, ഉണ്ണിക്കുട്ടൻ എന്നെ പോലൊരു സ്കൂൾ മാഷായാ മതി. അത് വേണ്ടച്ചാ. എന്നിട്ട് വേണം ഇതുപോലെ ആരെങ്കിലും വന്ന്. അത് മാഷായന്റെ കുറ്റ. എന്താ ദേവി ഇങ്ങനെ? അച്ഛൻ കിടക്കുന്നത് കണ്ടത് ഞാൻ ഈ ഉണ്ണിക്കുട്ടനുവാ. മറക്കാൻ പറ്റില്ല ആ കാഴ്ച. എന്നിട്ടിപ്പോ ഒന്നും സംഭവിച്ചില്ലല്ലോ. അങ്ങനെ കാര്യങ്ങൾ കാണാൻ നോക്കുക. ജീവിതത്തിന്റെ നല്ല വശങ്ങൾ മാത്രം. തുടങ്ങി അച്ഛന്റെ വേദാന്തം. ഞാൻ പോണു. ആ, അച്ഛന് കുടിക്കാൻ കഞ്ഞിവെള്ളം എടുക്കട്ടെ. ആരാ? മനസ്സിലായില്ല. അറിയില്ലെങ്കിലും മാഷിനെ ഞാൻ അറിയും. കുറച്ച് ദൂരേന്ന് വരിക. ഇരിക്കൂ മോളെ, ഒരു ചായയും കൂടെ എടുത്തോളൂ. ചായ ഒന്നും വേണ്ട മാഷേ, ഞാൻ ഉടനെ പോകും. ദൂരേന്ന് വരികയല്ലേ? എന്താ വന്ന കാര്യം? മാഷിന് ഇങ്ങനെ ഒരു അപകടം. ആരോ തെറ്റി ചെയ്തെന്നാ പറയണേ. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടി. ഒന്ന് ചോദിച്ചോട്ടെ മാഷേ? എന്താ? മാഷെ ഇങ്ങനെ ചെയ്തയാള് നേരിട്ട് മുമ്പിൽ വന്നാൽ മാഷ് എന്ത് ചെയ്യുകയാളെ? എന്ത് ചെയ്യാൻ? എന്തിനിങ്ങനെ ശിക്ഷിച്ചു എന്ന് ചോദിക്കും. രോഷം, പ്രതികാരം. അതുകൊണ്ടെന്ത് ഫലം? സംഭവിക്കാനുള്ളത് സംഭവിച്ചില്ലേ? അല്ല, എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. വിഷമമുണ്ട്. കൊടും ക്രൂരതയാണ് കാണിച്ചതെന്ന കുറ്റബോധവുമുണ്ട്. അന്ന് രാത്രിയില് മാഷെ അടിച്ചു വീഴ്ത്തിയത് ഞാനാ, ഭരതൻ. എന്താ? എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കാനോ? ഈശ്വരൻ പോലും ക്ഷമിക്കില്ല. ഈ പാവം മനുഷ്യനെ കൊല്ലാൻ ശ്രമിച്ച ദുഷ്ടൻ. പോകാൻ. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. എന്റെ മനസ്സിന്റെ വിങ്ങല് മാറാൻ ഞാൻ എന്തും കേൾക്കാം, എന്തും സഹിക്കാം. എനിക്ക് തെറ്റിപ്പോയി.
തെറ്റിത്രേ. നാണമില്ല ഇങ്ങനെ പറയാൻ. ഇറങ്ങ ഇവിടുന്ന്. തന്നെ പോലെയുള്ള വൃത്തിയായിട്ട് മൃഗങ്ങള് ഈ വീട്ടിൽ കയറി അശുദ്ധമാക്കണ്ട. ദേവി, ഇതുവരെ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്റെ അച്ഛൻ. അങ്ങനെ ഒരാളെ ഈശ്വരൻ നിങ്ങൾ വെറുതെ വിടില്ല, അനുഭവിക്കും. ഇറങ്ങി പോകാൻ. മോളെ, ഇങ്ങനെ സംസാരിക്കാനല്ല ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അച്ഛൻ ഇപ്പൊ എന്നോടൊന്നും പറയരുത്. ഇതെനിക്ക് വേണ്ട.